എല്ലാവർക്കും നമസ്കാരം. ഒരാൾ ആബ്സെന്റ് ആണല്ലേ. ഹായ് ഗൈസ്, ഇറ്റ്സ് വിളിച്ചസ് കൊച്ചിക്കാരി അച്ചായത്തി. ആക്ച്വലി ഇത് കൊച്ചിക്കാരി അച്ചായത്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ. എന്റെ ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാൽ ലിൻസി മരിയ എന്നാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ലിച്ചൂസ് കൊച്ചിക്കാരി അച്ചായത്തി എന്നുള്ള ആ ഒരു ക്യാരക്ടറിൽ നിന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ലിൻസി മരിയ എന്ന് പറയുന്ന പെൺകുട്ടി എന്നാണ് ഞാൻ എന്ന നിലയ്ക്കാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പലരോടും പറഞ്ഞിട്ടുണ്ട് കൊച്ചിക്കാരി അച്ചായത്തി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്, ഒരു 3 ക്യാരക്ടറാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, മെസ്സേജ് അയച്ചിട്ടൊക്കെ എന്താണ് ഇൻസ്റ്റഗ്രാമൊക്കെ ആകെ ശോകമാണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, യൂട്യൂബ് നിർത്താൻ പോണേന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കൊച്ചിക്കാരി അച്ചായത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു പേജിൽ നിങ്ങൾ റിസൈൻ ചെയ്തു, എന്താണ് എൻ്റെ ആക്ച്വൽ സ്റ്റോറി എന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു 100% കാര്യത്തിൽ നിന്ന് 1% മാത്രമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും. അപ്പൊ ഗൈസ്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോ ഇവിടെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഇപ്പൊ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടില്, ഈ കാണുന്ന സാൻഡ്രോജ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു, ലിച്ചൂസ് കൊച്ചിക്കാരി അച്ചായത്തി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്യാരക്ടറാണെന്നുള്ളത്. പക്ഷെ അതിൽ നിന്നിട്ടല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്, അതങ്ങോട്ട് മാറി നിൽക്കട്ടെ. ലിൻസി മരിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ ഒരു നിലയ്ക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഞാൻ ഈ ഒരു വണ്ടിക്കച്ചവട മേഖലയിലേക്ക് വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കയറി വന്ന ഒരു ഫീൽഡാണ്. ഞാൻ വളരെ പെട്ടെന്ന് കയറി വന്ന ഒരു ഫീൽഡാണിത്. അപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള കുറേ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടുള്ളൂ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വണ്ടിക്കച്ചവടത്തിലേക്ക് വന്നിട്ട്. അപ്പോൾ അതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കും അതുപോലെ തന്നെ ഹെൽമെറ്റും ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നിരുന്ന ഒരാളാണെന്ന്. ട്രിപ്പ് പോകുക അങ്ങനെ ആയിരുന്നു. വർക്കിന് പോകുന്നു, ട്രിപ്പ് പോകുന്നു, അതായത് വർക്കിന് പോകുന്നു, പൈസ കിട്ടുന്നു, അടിച്ചു പൊളിക്കുന്നു, ട്രിപ്പ് പോകുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാൽമാക്രി, ആ സമയത്തൊന്നും മുഖമൊന്നും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ അടുത്ത് അവരുടെ മാരേജിന്റെ ആ ഒരു ടൈമിലൊക്കെയാണ് അവർ ഫേസ് റിവീൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ വാൽമാക്രി അതുപോലെ തന്നെ വൈപ്പർ പൈലറ്റ് അവരൊക്കെ ആയിരുന്നു നമ്മളുടെ ഒരു ഇൻസ്പിറേഷൻ. അത് കഴിഞ്ഞ് ഞാൻ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4 വർഷം ആകാൻ പോകുന്നു. ഇപ്പൊ ഞാൻ വണ്ടി കച്ചവടത്തിലേക്ക് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട്, അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് ഒരു 4 വർഷത്തോളം ആയിട്ടുള്ളൂ. അപ്പം ഈ ഒരു മേഖലയിലേക്ക് വന്ന സമയത്ത് ആദ്യമേ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അടിച്ചമർത്തലുകളും അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു വണ്ടി കച്ചവടം ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് പല ആൾക്കാർക്കും നല്ല രീതിയിൽ അസൂയയും കുശുമ്പൊക്കെ ഉണ്ടാകും. ഇൻ കേസ് എന്തിനു പറയണം, ഇവൻ എൻ്റെ വീട്ടിൽ നിന്ന് പോലും എന്നെ നല്ല രീതിയിൽ എന്തിനാണ് അത് ചെയ്യുന്നത്, അത് നിനക്ക് പറ്റിയതാണോ. പക്ഷെ ഓൾറെഡി അവർക്കറിയാം ഞാൻ ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ പുറകെ നടക്കുന്നതുകൊണ്ടിട്ട് വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല. എന്നാൽ പോലും ആരും തിരഞ്ഞെടുക്കാത്ത ഒരു മേഖല, ആണുങ്ങൾ മാത്രം ചെയ്യുന്നൊരു മേഖല ആയതുകൊണ്ടിട്ട് സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ എതിർപ്പൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് യെസ്, അവർക്ക് എപ്പോഴും എൻ്റെ ഒരു സന്തോഷം, എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ കാര്യങ്ങൾ എന്നുള്ള രീതിയിലായതുകൊണ്ടിട്ട് അവരും വലിയ കുഴപ്പമില്ല എന്നാൽ ചെയ്യട്ടെ എന്നുള്ള ഇതിലാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ ഇതുവരെയൊക്കെ എത്തിച്ചേർന്ന് നിന്നത്. ആരൊക്കെ ഇപ്പൊ എന്റേത് മാത്രല്ല, ആരൊക്കെ ഒരു കുറച്ചൊന്ന് മെച്ചപ്പെട്ട് വരുന്ന സമയത്ത് തളർത്താനായിട്ടും അതുപോലെ തന്നെ എങ്ങനെ ആ ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം തകർക്കാനായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ എനിക്കും ഒരു സിറ്റുവേഷൻ എനിക്കും കടന്നു വന്നായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ അടുത്ത് അതിൻ്റെ ഒരു ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നു. ആർക്കും സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിന്റെ തുമ്പും പാലും എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു അറിയാലോ, അത്യാവശ്യം ആ ഒരു എയറിൽ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ എനിക്കും വന്നായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ച് ഇപ്പൊ കൊടുക്കണ്ട എന്നുള്ള കാര്യം എനിക്ക് തോന്നിയായിരുന്നു. കാരണം അത് കിട്ടിയിട്ട് വേണമായിരിക്കും ഇനിയിപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്നെ വലിച്ചു കീറാനായിട്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ആ ഒരു ടൈമില് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ വന്ന സമയത്തോളം ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ അതുകൊണ്ടിട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ മെന്റലി എന്നെ നല്ല രീതിയിൽ ഡൗൺ ആക്കി കളഞ്ഞു അത് വേണമെങ്കിൽ. കാരണം ചുറ്റിനിട്ടിട്ട് ആൾക്കാർ എന്താ പറയുക, ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കില്ലേ, ലൈക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പോൾ പോലും ഞാൻ കടന്നു പോകുന്നത്. ഞാൻ സഹായിച്ച ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നെ സഹായിക്കാനായിട്ട്. ഞാൻ ഒരിക്കലും ഒരാൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നാളെ എനിക്ക് അയാൾ അത് ചെയ്ത് എനിക്ക് നാളെ അത് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൽ ഞാൻ ഒരാൾക്കും ഒരു സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ അത്രയും രീതിയിൽ ഞാൻ ഡൗൺ ആയി പോയ സമയത്ത് പോലും ഒരാളെങ്കിലും എന്നെ വിളിക്കുമെന്ന് വിചാരിച്ച് ആരും എന്നെ വിളിച്ചില്ല. എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ പറ്റിയത്, എന്താണ് സംഭവം എന്താണെന്ന് ഒരാൾ പോലും സത്യം പറഞ്ഞാൽ വിളിച്ച് അന്വേഷിച്ചില്ല.
ഉള്ളത് ഓപ്പണായിട്ട് പറയാല്ല. എനിക്കപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായതൊന്നും അല്ല കേട്ടോ, ഇത് ആദ്യമേ മനസ്സിലായ കാര്യം. ആരും നമ്മളുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ആരും ഉണ്ടാകത്തില്ല. എല്ലാം നമ്മൾ ആ ഏറിൽ നിന്ന സമയത്താണെങ്കിൽ പോലും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. പിന്നെ പജേറോൻ്റെ ആ ഒരു കാര്യം എൻ്റെ അടുത്ത് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങനത്തെ റീസൺ, അതിൻ്റെ എക്സാക്ട് റീസൺ എന്താണെന്നൊക്കെ എൻ്റെ അടുത്ത് പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു കോമൺ സെൻസിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം നിങ്ങളോട്, എൻ്റെ അടുത്ത് ഇപ്പം എല്ലാവരും ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്, ഞാനൊരു 2-3 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടറിൽ നിന്നിട്ടല്ലാട്ടോ ഞാൻ സംസാരിക്കുന്നത്. ആസ് യൂഷ്വൽ ഒരു വ്യൂവർ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ആളുടെ ഒരു വ്യൂ അനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുന്നത്. കേരളത്തിൽ എന്താണ് ആക്സിഡന്റ് വണ്ടികൾ ഇല്ലേ? കാരണം വണ്ടികൾ കേരളത്തിൽ ആക്സിഡന്റ് ഒരു വണ്ടി ആക്സിഡന്റ് ആകുന്നില്ലേ? പിന്നെ പലരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ എല്ലാം നല്ലതാന്നൊക്കെ. എനിക്കറിയില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വണ്ടി പോലും നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവിടെ എന്താണ് ഈ പറഞ്ഞ പോലെ ഫ്ലഡ് ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ എന്താണ് വണ്ടികളൊന്നും ഇടിക്കാറില്ലേ? ഇവിടെ കൊച്ചിക്കാരി അച്ചായത്ത് മാത്രമാണ് ആക്സിഡന്റ് വണ്ടി വിറ്റത്. വിറ്റിട്ടൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. വണ്ടി വിറ്റിട്ടൊന്നുമില്ല സംഭവം. അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആ കസ്റ്റമർ എൻ്റെ അടുത്ത് വണ്ടി, പുള്ളിക്ക് ഒരു ഫിനാൻഷ്യലി ഒരു കുറച്ച് എന്നെ പോലെ തന്നെ ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയപ്പോഴത്തേക്കും പുള്ളിക്ക് ആ വണ്ടി കൊടുക്കണം എന്നുള്ളൊരു ഇതിലേക്കാണ് പുള്ളി വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ആസ് യൂഷ്വൽ ഞാനൊരു ഡീലർ ആയതുകൊണ്ടിട്ട് തന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ എന്നോട് കച്ചവടം ചെയ്യാൻ പറഞ്ഞാൽ ഓക്കെ ഞാൻ ചെയ്യാം. കാരണം പുള്ളിക്ക് പൈസക്ക് ആവശ്യം വന്നു. ആ പുള്ളി എൻ്റെ അടുത്ത് എല്ലാ കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട്, ഇതെല്ലാം വരുന്ന കസ്റ്റമറോട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണോട്ടോ ലിൻസിന്ന് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോയിൽ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലം മുമ്പ് ഇട്ട വീഡിയോയാണത്. അതിൽ ഞാൻ ആ സമയത്ത് ഞാനത് പറഞ്ഞില്ല, എന്താണെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല. പക്ഷേ ആ വണ്ടിയുടെ വീഡിയോ കണ്ടതിന് ശേഷം കുറേ ആൾക്കാർ ആ വണ്ടി ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നോക്കാനായിട്ടും എടുക്കാനൊക്കെ ആയിട്ടുള്ള ആഗ്രഹത്തിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്ന പോലെ ആക്സിഡന്റ് ഉള്ള വണ്ടിയാണ്, കസ്റ്റമർ ഇപ്പോൾ ആ വണ്ടി എടുത്തിട്ട് പണിത് കൊണ്ട് നടക്കുന്ന വണ്ടിയാണ്, നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വണ്ടി എടുത്താൽ മതി കേട്ടോന്നാണ്. എല്ലാ കസ്റ്റമറും ഒരുപോലെയല്ല. ചില കസ്റ്റമർക്ക് വണ്ടി ആക്സിഡന്റ് ആയാലും കുഴപ്പമില്ല, അയാൾ കൊണ്ട് നടന്നോളൂ. ചിലർ അങ്ങനെയല്ല, എനിക്ക് ആക്സിഡന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ മൈൻഡ് മടുപ്പാകും. അത് സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിന്നൊക്കെ ഒരുപാട് കസ്റ്റമർ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ കുറേ കസ്റ്റമർ അങ്ങനെ എനിക്ക് പോയിട്ടുണ്ട്. ചില ആൾക്കാർ വന്നെടുക്കാം, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ ആ ഒരു എമൗണ്ടിനേക്കാളും വളരെ ചവിട്ടിയിട്ടാണ് ഓരോ ആൾക്കാരും പറയുന്നത്. അപ്പോൾ അത് എനിക്ക് എൻ്റെ പോട്ടെ, എൻ്റെ കമ്മീഷൻ്റെ ഞാൻ പറയാം, എൻ്റെ കമ്മീഷൻ വിട്ട് അത് കുഴപ്പമില്ല. ആ കസ്റ്റമർക്കാണെന്നുണ്ടെങ്കിൽ അയാൾ ഫിനാൻഷ്യലി ഡൗൺ ആയി നിന്ന സമയത്ത് വന്നതാണ്. അപ്പോൾ പുള്ളിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല ആ വണ്ടി കൊടുക്കുന്ന സമയത്ത്. കാരണം ആ വണ്ടി എടുത്ത സമയത്താണെങ്കിൽ പുള്ളിയാണെങ്കിൽ കുറേ പണിതിട്ടുണ്ട്, അതിന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാണെങ്കിൽ ആ പൈസ കിട്ടണമല്ലോ. അപ്പം അങ്ങനെ കുറേ എമൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ പോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് പിന്നെ എന്നാ വേണ്ട കൊടുക്കണ്ട എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ പുള്ളിക്ക് കാരണം ഈ നമുക്ക് ഫിനാൻഷ്യലിലേക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ മോഹിച്ചെടുക്കുന്ന വണ്ടിയായിരിക്കും ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കും കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയ സമയത്ത് നമ്മുടെ ഹിമാലയൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാകും നമുക്ക് ചിലപ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ വീണ്ടും പുള്ളിക്ക് ഇതുപോലെ തന്നെ കൊടുക്കണം എന്നുള്ള ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയ സമയത്താണ് ആ വണ്ടി എനിക്ക് വീണ്ടും എൻ്റെ അടുത്തേക്ക് സെയിലിന് വേണ്ടിയിട്ട് വരുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ടൈമിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പെയിന്റ് അല്ലായിരുന്നു, വേറൊരു പെയിന്റാണ് അടിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ആ ഒരു കളർ അടിച്ചത് കുറച്ചും കൂടെ ഒരു ഡാർക്ക് യെല്ലോ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പം അടിച്ചേക്കുന്നത്. അപ്പം അന്നേരം എങ്ങനെയെങ്കിലും നമുക്ക് ഈ വണ്ടി സെയിലാക്കണം എന്നുള്ളൊരിത്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് എന്നാൽ പിന്നെ ഒരു കൂപ്പൺ സെയിൽ പോലെ ചെയ്താലോ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം അറിയാം നിങ്ങൾക്ക് എത്ര ലക്ഷം നമ്മൾ ആ ഒരു വണ്ടിക്ക് നമ്മൾ ഇട്ടിരുന്നതെന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിച്ചൊരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എനിക്കിത് 100% എനിക്കറിയാമായിരുന്നു സക്സസ്ഫുൾ ആകില്ല എന്നുള്ളത്. എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം അത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചതല്ല, കൂപ്പൺ സെയിൽ ചെയ്യാനായിട്ട് ഞാൻ ഒട്ടും ആഗ്രഹിച്ച കാര്യമില്ല. പക്ഷെ എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് നോക്കാം, നമ്മളൊരു ചൂണ്ട എടുത്ത് ഇങ്ങനെ നോക്കത്തില്ല, ലൈക്ക് മീൻ കൊത്തോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് ആ ഒരു രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പജേറോന്റെ ആ ഒരു കൂപ്പൺ സെയിലിലെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ അതാണ്. അപ്പൊ അതില് ഞങ്ങൾ ഇതുവരെ നമ്മുടെ ടീമിലുള്ള ഒരാൾ ഒരു കൂപ്പൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്തിട്ടില്ല, ഒരു കൂപ്പൺ സെയിലായിട്ടില്ല, ആ വണ്ടി സെയിലായി പോയിട്ടില്ല. അതൊക്കെ ഇപ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്താണ് അപ്പൊ അങ്ങനെയാണ് ആ സമയത്ത് ഒരാളിങ്ങനെ എന്താണ് ഈ പജേറോ ഇങ്ങനെ ഇടിച്ചതാണ് മറിഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ട്രോൾ വീഡിയോ വരുന്നത് തന്നെ.
അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ട്രോൾ വന്നതിലും എനിക്ക് വിഷയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെ പറ്റിച്ചിട്ടില്ല. ഞാൻ ആ വണ്ടി ഒരാളോട് ആക്സിഡന്റ് അല്ല അല്ലെങ്കിൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് മറച്ചു വെച്ചിട്ട് ഞാനൊരു വണ്ടി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു വണ്ടി സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എനിക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഞാൻ ആ വണ്ടി സെയിൽ ചെയ്തിട്ടില്ല, ഞാൻ ആരെ പറ്റിച്ചിട്ടില്ല. പിന്നെ എന്തിൻ്റെ ഇതിലാണ് അങ്ങനെ ഒരു വീഡിയോ വന്ന, ആ ഒരു ട്രോൾ വീഡിയോ വന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ മേ ബി ആ ഒരു വീഡിയോയിൽ വണ്ടി ആക്സിഡന്റ് ആണെന്നുള്ള കാര്യം പറയാതിരുന്നത് കൊണ്ടിട്ടായിരിക്കും എനിക്കതൊരു എന്താ പറയുക, അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. റോട്ടിൽ കൂടെ പോകുന്ന എല്ലാ ആൾക്കാരോടും അയ്യോ വണ്ടി ആക്സിഡന്റ് ആണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം എനിക്കില്ലാന്ന് എനിക്ക് അതിലൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. വണ്ടി ഇവിടെ കസ്റ്റമർ എടുക്കാൻ വരുമ്പോഴത്തേക്കും നമ്മളത് പറയണം. അത് പറയാതിരുന്നു കഴിഞ്ഞാൽ അത് മോശമാണ്, 100% മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ മറച്ചു വെച്ചിട്ട് വണ്ടി ആക്സിഡന്റ് ആയിട്ടുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് വണ്ടി സെയിൽ ചെയ്തെന്നുള്ള ഇതിൽ നിങ്ങൾക്ക് സംസാരിക്കാം, അതിൽ എനിക്ക് വിഷയമില്ല. പക്ഷേ ആ വീഡിയോയിൽ പറയാതിരുന്നതിനാണ് ഇത്രയും വഷളാക്കി എടുത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ വീഡിയോ വന്നതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പേരെടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് മാത്രമല്ല എൻ്റെ ഫാമിലിയിലോട്ടൊക്കെ നല്ല രീതിയിൽ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് വിഷയമാക്കിയിട്ടുണ്ട്. വിഷയമായി അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് ആരും ഉണ്ടായില്ല. ഞാൻ അത്രത്തോളം ഞാൻ ഒറ്റപ്പെട്ടു പോയി. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചില്ല എന്താണ് റീസൺ, എന്താണ് അതിൻ്റെ ആക്ച്വലി റീസൺ എന്താണെന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല. ആരോ വന്നിട്ടൊരു കാര്യം പറഞ്ഞു, എല്ലാ ആൾക്കാരും അതിലേക്കാണ് പോയത്. എൻ്റെ തുമ്പും വാലും എന്താണെന്നൊന്നും ആർക്കും അറിയാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ആ കാര്യം കൂടെ എടുത്തിട്ട് അതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിവീൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച കാര്യമേ അല്ല. അതുപോലും എടുത്ത് വലിച്ചിഴച്ചെന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇനി ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയൊരു വൃത്തികെട്ട തീരുമാനമായിട്ടാണ് ഞാൻ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഞാൻ കാണുന്നത്. പക്ഷേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചായിരുന്നു, ഒരുപാട് മനുഷ്യന്മാരെ ഞാൻ പഠിച്ചു. ഇങ്ങനെയും ആൾക്കാർ നമ്മളെ പറ്റിക്കും എന്നുള്ളത് അതിലൂടെ ഞാൻ പഠിച്ചു. എനിക്ക് അതുകൊണ്ടിട്ട് ആ ഒരു കാര്യത്തിൽ ഒറ്റ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാരെ പഠിക്കാൻ പറ്റി എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ അതാണെന്നുള്ളത് പിന്നീട് അത് ആലോചിച്ചപ്പോൾ എനിക്ക് നല്ല രീതിയിൽ റിഗ്രറ്റ് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ 1, 2, 3 ബൈക്കൊക്കെ വെച്ച് സമാധാനത്തിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്നേരം എന്താ പറയുക, അതിൽ വലിയൊരു ഹാപ്പിനെസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ അത്ര സന്തോഷത്തോടെ ഓരോ വണ്ടി ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ വീട്ടിൽ വണ്ടി വെക്കാനായിട്ടുള്ളൊരു സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ എന്താണെന്നറിയാൻ പാടില്ല, അവൻ്റെ വീട്ടിൽ വെച്ചിട്ട് വണ്ടിയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഐശ്വര്യമാണ്. പെട്ടെന്ന് സെയിലായി പോകും. പിന്നെ എടുക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള വണ്ടി, അത് ഡയറക്റ്റ് ഓണേഴ്സിൻ്റെ വണ്ടികളാണ്. അതുകൊണ്ടിട്ട് കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടികളാണ് എല്ലാം അവിടെ വെച്ചിട്ട് ഞാൻ സെയിൽ ചെയ്തത് തന്നെ. ഇന്നും കസ്റ്റമർ എൻ്റെ അടുത്ത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് വണ്ടികൾ ഉണ്ടോ എന്നുള്ള കാര്യം. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നോമ്പ് കഴിഞ്ഞതിന് ശേഷം വണ്ടികളൊന്നും ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അന്നേരം അവിടെ വെച്ചിട്ട് ഞാൻ പോയൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു ട്രാക്കിലേക്ക് ഞാൻ പോയത്. അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് അത് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നണേ. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന വെച്ചതാ ബിസിനസ്. ഒരു വണ്ടി 2 വണ്ടി 3 വണ്ടിയൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചതാണ്. ചെറിയ രീതിയിൽ കമ്മീഷൻ മാത്രം, ചെറിയ രീതിയിൽ ലാഭം വെച്ച് ചെയ്തുകൊണ്ടിരുന്ന വെച്ചതാണ്. പക്ഷെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് പോയപ്പോൾ കംപ്ലീറ്റ് അടപടലം മൂഞ്ചി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതുപോലുള്ളൊരവസ്ഥ എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. സത്യമായിട്ടും എനിക്ക് ഇതുപോലൊരവസ്ഥ വന്നിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതെല്ലാം ഫൈറ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുക ചെയ്തു. പക്ഷെ ഇതൊരു രീതിയിലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മെൻ്റലി ഫിസിക്കലി ഒക്കെ ഭയങ്കരമായിട്ട് എന്നെ ഡൗൺ ആക്കി കളഞ്ഞു ഈ ഒരു സിറ്റുവേഷൻ. അതിൻ്റെ ഇടയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ ഒരുപാട് ഷോപ്പിൽ ഞാൻ വണ്ടികളും കാര്യങ്ങളൊക്കെ ഞാൻ സെയിൽ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ 2-3 പേര് മാത്രമൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ കമ്മീഷനൊക്കെ പ്രോപ്പറായിട്ട് തന്നിട്ടുണ്ടാവുക. ബാക്കി ഒരാൾ പോലും കസ്റ്റമറും കണക്കാണ്, ആ കടയിലുള്ള ആൾക്കാരും കണക്കാണ്, മര്യാദക്ക് തരത്തില്ലെന്നേ.
ഉള്ള കാര്യം പറയാൻ. ഇപ്പം എനിക്ക് ഓപ്പൺ ആയിട്ട് ഒന്നും പറയുന്നില്ല, എനിക്കൊരു വിഷയം. അതൊക്കെ എൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് ഞാൻ പറയണം. ഒരാളും മര്യാദക്ക് കമ്മീഷൻ നമുക്ക് തരത്തില്ല. കുറേ ആൾക്കാർ കുറേ കസ്റ്റമർ പോയിട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് പോയി വണ്ടി എടുക്കുകയെ ആരും പറയത്തൊന്നുമില്ല. നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മീഷൻ കിട്ടും എന്നുള്ള രീതിയിലേക്ക് ഞാൻ പോയത് എനിക്കിപ്പോൾ ഒരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയത്. അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ആ വീഡിയോ ചെയ്യുക, ആ പേയ്മെൻറ്റ് മേടിച്ച് ഇങ്ങനെ പോരുക, അത് മതിയായിരുന്നു. ഈ കമ്മീഷൻ്റെ പുറകെ പോയപ്പോഴാണെന്നുണ്ടെങ്കിലും അത് വലിയൊരു ഒടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനിപ്പോഴും എന്താ പറയുക, ഇപ്പോഴും അപ്കമ്മിങ് ആയിട്ടുള്ള ഒരുപാട് പിള്ളേരുണ്ട്. ഈ വണ്ടി കച്ചവടം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചേച്ചിയുടെ ഒരു ഉപദേശമായിട്ട് മക്കൾ കണ്ടാൽ മതി. ഒരാളെ നമ്മൾ വിശ്വസിക്കരുത് കേട്ടോ. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ വന്നിട്ട് സങ്കടം പറയണേന്ന് പറയും. സങ്കടമൊന്നുമില്ല, കരയാനുള്ളതൊക്കെ ഞാൻ ഓൾറെഡി കരഞ്ഞ് തീർത്ത്. രാത്രിയും പകലും ഇല്ലാതെ ഞാൻ കരയാനുള്ളതും ഒക്കെ ഞാൻ കരഞ്ഞ് നല്ലോണം ഞാൻ തീർത്ത്. എൻ്റെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസിഷൻ എടുത്തതിൽ ഇപ്പോഴും ഞാൻ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്തവർക്കൊക്കെ 1 ലക്ഷം 2 ലക്ഷം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി. അവരതിൽ നിന്നൊക്കെ പൈസ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ തകർന്നത് എൻ്റെ ജീവിതമാണ്. ഇനിയോ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ലല്ലോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഞാനിപ്പോൾ ആലോചിക്കണ വേറൊന്നുമില്ല, ഇൻസ്റ്റഗ്രാം യൂട്യൂബൊക്കെ നിർത്തിയാലോ എന്ന് ഞാനിങ്ങനെ അങ്ങനെ വരെ ഞാൻ ആലോചിച്ചായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിച്ചൂസ് കൊച്ചിക്കാരി അച്ചായത്തി എന്നുള്ള ഡീൽ വിത്ത് കൊച്ചിക്കാരി എന്നിട്ടുള്ള ആ ഒരു പ്രസ്ഥാനം എനിക്ക് ഒറ്റയടിക്ക് എനിക്ക് അങ്ങോട്ട് നശിപ്പിച്ചാളെ എനിക്ക് താല്പര്യം വന്നില്ല. അതാണൊരു പ്രശ്നം. ഞാൻ ഈ അക്കൗണ്ട് കൊടുക്കാൻ പോണേന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാർ ആണോ കൊടുക്കാൻ പോണേണാ ഞങ്ങൾ എടുത്തോളാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ കണ്ടിട്ടല്ല, നമ്മുടെ ആ ഒരൊറ്റ അക്കൗണ്ട് ഉണ്ടല്ലോ, ആ 2,51,000 ഉള്ള ആ ഒരു അക്കൗണ്ടില്ലേ, ആ ഒരു അക്കൗണ്ട് കണ്ട് മാത്രമാണ് പല ആൾക്കാരും നമ്മളിലേക്ക് വരുന്നത്. അത് ആസ് യൂഷ്വൽ ഞാനൊരു വണ്ടിക്കച്ചവടക്കാരി എന്നിട്ടുള്ള നിലക്കല്ല ഇപ്പം ഞാൻ ആ കാര്യം പറഞ്ഞത്. ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു നിലക്കാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ കണ്ടുവരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അക്കൗണ്ട്, നമ്മളുടെ അക്കൗണ്ടിലുള്ള ആ ഒരു വ്യൂവേഴ്സ്, നമ്മളുടെ സ്ഥിരമായിട്ട് നമ്മളെ വ്യൂ ചെയ്യുന്ന ആൾക്കാർ, അവരെയൊക്കെ കണ്ടിട്ടാണ് പല ആൾക്കാരും വരുന്നത്, അല്ല നമ്മളെ കണ്ടിട്ടല്ല. ആ ഒരു അക്കൗണ്ട് പോയി പിന്നെ ആരും തെരഞ്ഞു പിടിച്ചൊന്നും വരത്തൊന്നുമില്ല. ആ അക്കൗണ്ട് പോയാൽ പിന്നെ നമ്മുടെ വിലയെ പോയി. അതാ നമ്മുടെയൊക്കെ വില അത്രയൊക്കെ ഉള്ളു. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഇതുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും ഒരു ഉറപ്പ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും പോകാം. പിന്നെ അതിനു മുമ്പ് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇനിയിപ്പോൾ എന്താണ് നിങ്ങളുടെ ഫൈനൽ ഡിസിഷൻ? എന്താണ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാമും മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ലേ, സ്റ്റോപ്പ് ചെയ്യുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. കാരണം ആ ഒരു ട്രോൾ വീഡിയോ വന്നതിന് ശേഷം വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്ക് തകർക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും എന്നുള്ളൊരു നിലക്ക്, ആ ഒരു നിലക്ക് കണ്ടിട്ട് വന്ന് സംസാരിച്ചിരിക്കുന്നത് വളരെ കുറച്ച് പേര് മാത്രമാണ്. അല്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നെഗറ്റീവ് കമൻറ്റ് ഇടാനും കുറേ കുറ്റപ്പെടുത്താനും ഒക്കെ ഞാൻ അപ്പോഴേ വിചാരിച്ചാണ്, നിൻ്റെ പോക്ക് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഇത് എന്തെങ്കിലും പൊട്ടിപ്പാളീസാകുമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാണ്. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ പേഴ്സണലായിട്ട് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് എന്തോ ഒരു ആൾക്കാരാണെന്നറിയാം. നമ്മളിങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യത്തില്ലേ, ലൈക്ക് അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് എനിക്ക് മെസ്സേജ്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ദൈവം ഞാൻ നിർത്തി പോയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. അത്രയും വൃത്തികെട്ട രീതിയിൽ ഒരാൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ ആലോചിച്ച് ഇങ്ങനെ ആൾക്കാരുണ്ടോന്ന്. കാരണം നമ്മുടെ തകർച്ച കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ എന്തുകൊണ്ടിട്ടാണെന്നറിയാമോ, എൻ്റെ ഫാമിലീനെ ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് അധികം അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് ഞാൻ അധികം ഇൻക്ലൂഡ് ചെയ്യാത്തതെന്നാണെന്നറിയാമോ. ഇപ്പം ഞാൻ ഈ ഒരു ഫേസ് റിവീൽ ചെയ്ത് ഞാൻ ഈ ഒരു ഫേസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇപ്പം ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയാണ് കുറേ ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്താനും അടിച്ചമർത്താനും ഒക്കെ വരുന്നത്. ഇതിൽ സ്വാഭാവികമാണ്, പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതെനിക്ക് വിഷയമില്ല, ഞാൻ ആ ഒരു സെൻസിലെടുക്കുള്ളൂ. പക്ഷെ ആ സമയത്ത് ഞാൻ എൻ്റെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ അവർക്കും കൂടെ അതൊരു പഴി കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു. ഞാനിപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കും അവർ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് നന്നായി എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തോന്നുന്നുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. എൻ്റെ ദൈവമേ, എനിക്കറിയത്തില്ല ഇനി എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ ചെകുത്താൻ്റെ കടലിലെ നടുക്ക് നിൽക്കത്തില്ല, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. സത്യമായിട്ടും അങ്ങനെ നിൽക്കുന്നത്. എന്നെ കുറേ പേര് ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണ് ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ച് അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ ഒരിതാകും എന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ താല്പര്യമില്ല. എന്ത് പറയാനാന്ന് വെച്ചിട്ട്
ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയണ്ടേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ ഇതുപോലെ എനിക്ക് പറയാൻ എനിക്ക് താല്പര്യമില്ല ആക്ച്വലി. പക്ഷെ എന്നാലും കുറേ ആൾക്കാർ എൻ്റെ അടുത്തൊന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇൻസ്റ്റഗ്രാം നിർത്തുവാണോ, ഇൻസ്റ്റഗ്രാമിൽ എന്താ പ്രശ്നം പറ്റിയത്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെയാണ് ആൾക്കാർ വന്ന് ചോദിക്കുന്നത്. ആ ട്രോളിൻ്റെ സമയത്തൊക്കെ ആൾക്കാർ വന്ന് ചോദിച്ചെങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയാണ്. ആ സമയത്തൊന്നും ആരും ഉണ്ടായില്ല. കട്ട് ചെയ്യോ?